ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന വീഡിയോ നമ്മുടെ കോഴിക്കോട് നമ്മുടെ ബീച്ചിൻ്റെ വ്യൂ ആണ്. കോഴിക്കോട് ബീച്ച് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട സ്ഥലമാണല്ലേ. അപ്പോൾ ഞാനിന്ന് കോഴിക്കോട് പോകേണ്ട ചെറിയൊരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ബീച്ചൊന്ന് കാണാൻ വേണ്ടി പോയി. അപ്പോൾ ഞാനതൊരു വ്ളോഗായിട്ട് എടുത്ത് നിങ്ങളൊന്ന് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചു. കോഴിക്കോട് ആ ബീച്ചിൻ്റെ ഭംഗിയും കാര്യങ്ങളൊക്കെ. പക്ഷെ ഞാൻ പോകുന്ന സമയം നട്ടുച്ച ടൈമാണ്, എങ്കിലും കുഴപ്പമില്ല. നമുക്ക് അവിടെ പോയി അത് കാണുന്ന ഒരു ഉദ്ദേശത്തിൽ ഞാൻ സമയമൊന്നും നോക്കിയില്ല. അപ്പോൾ ഞാൻ ബീച്ചിലേക്ക് കുറച്ച് നടക്കാനുണ്ട്. ഇപ്പോൾ ഞാൻ ഉള്ളതെന്ന് വെച്ചാൽ ഞാൻ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു ഷോർട്ട് വഴിയിലൂടെ ബീച്ചിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി ബീച്ചിലെത്തിയിട്ടുള്ള കാഴ്ചകൾ കാണാം. ഓക്കെ. അങ്ങനെ നമ്മൾ കാലിക്കറ്റ് ബീച്ചിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടോ. അതിമനോഹരമായ കാഴ്ച കേട്ടോ. അവിടെ നിന്ന് സംഭവം നട്ടുച്ച ടൈമാണെങ്കിലും നല്ല കാറ്റ് എത്തുന്നതുകൊണ്ട് നമുക്ക് ആ വെയിലിൻ്റെ ഒരു ഫീല് അറിയുന്നില്ല. നല്ല വ്യൂ ആണ്. വ്യൂ ആസ്വദിച്ചുകൊണ്ട് നമ്മളങ്ങനെ ബീച്ചിൻ്റെ തൊട്ടടുത്തെത്തി. കാരണം ഒരുപാട് കാലമായി ബീച്ചിലേക്ക് വന്നിട്ട്. നമ്മൾ റിയാദിലായിരുന്നു, സൗദി അറേബ്യയിൽ. അവിടെ ബീച്ചില്ലാത്തതുകൊണ്ട്, ജിദ്ദ ഭാഗത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ബീച്ച് ഉണ്ടല്ലോ. അതുമാതിരി UAE ആണെങ്കിൽ എല്ലാ എമിറേറ്റ്സിലും ബീച്ച് ഉണ്ട്. നമുക്ക് റിയാദ് ഭാഗത്തുള്ള ആൾക്കാർക്ക് ബീച്ച് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ദമാമിലെത്തണം. അപ്പോൾ ബീച്ച് ഒരുപാട് കാലമായിട്ട് മിസ്സായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ബീച്ചിൻ്റെ നമ്മൾ ആ തിരമാലകളൊക്കെ കാണുന്ന നല്ല ആ ഏരിയയിലേക്ക് ഇങ്ങനെ കുറച്ച് നടന്നെടുത്തു. ഇറങ്ങണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഷൂ ഒക്കെ ഊരി ഇറങ്ങണം. പിന്നെ അധികം സമയമില്ല, പെട്ടെന്ന് തന്നെ തിരിച്ചെത്തും വേണം. പെട്ടെന്നൊരു ഷോർട്ടായിട്ട് ഒരു പ്ലാൻ ചെയ്തൊരു ട്രിപ്പാണ്. ഒരു ചെറിയൊരു ആവശ്യത്തിന് വേണ്ടി വന്നപ്പോൾ ജസ്റ്റ് ബീച്ചിലേക്ക്. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, ഫാമിലിയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഒറ്റയ്ക്കുള്ളതുകൊണ്ട് കൂടുതൽ ട്രിപ്പ് ഞാൻ ഫാമിലിയോട് കൂടെയാണ് പോയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഒറ്റയ്ക്കായതുകൊണ്ട് തന്നെ ചെറിയൊരു ബോറടി ഫീൽ ചെയ്യും. നമ്മളിങ്ങനെ ജസ്റ്റ് വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ വൈഫും കുട്ടികളൊക്കെ ഉണ്ട് നമുക്കൊരു ടൈം പാസ്സാണ്. നമുക്ക് സംസാരിച്ചിരിക്കാനും ഇതിനും നമ്മളെ വ്യൂ കാണാനും വീഡിയോ എടുക്കാനും ഒക്കെ. അപ്പോൾ ഒന്നും കൂടി നമ്മൾ ബീച്ചിൻ്റെ ആ ഒരു കാഴ്ചയും ആ ഒരു കാറ്റും എല്ലാം ആസ്വദിച്ച് ഞാൻ കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഇരുന്നു. ഒരു ചെറിയ സമാധാനം കിട്ടുന്നുണ്ട് കേട്ടോ. ഞാൻ കുറച്ചും കൂടി അടുത്തേക്ക് നടന്നപ്പോൾ ഈ കാഴ്ച ഞാൻ കണ്ടു. ഇത് ഒരു പാലം ഉള്ള പോലെ തോന്നി. പണ്ട് പാലം ഉണ്ടായിട്ട് അതിൻ്റെ അവശിഷ്ടങ്ങൾ, അതിൻ്റെ ബാക്കി പത്രം എന്ന നിലയ്ക്കുള്ള തൂണുകളും കാര്യങ്ങളൊക്കെ കാണുന്നത്. ചിലപ്പോൾ ഇത് പണ്ട് അവിടെ ബോട്ടോ കപ്പലൊക്കെ വരുമ്പോൾ കുറച്ചപ്പുറത്തായിട്ട് വരും. അങ്ങനെ അവിടെ നിന്ന് സാധനങ്ങളൊക്കെ കൊണ്ടുവരാനൊക്കെ ഉപയോഗിച്ചതായിരിക്കാം എന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും അറിയുകയാണെങ്കിൽ ഇതിനെക്കുറിച്ചിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എല്ലാവർക്കും നല്ല ഇൻഫർമേഷൻ കൊടുക്കാമല്ലോ. ഞാൻ പിന്നെ അവിടെ ആരോടും ചോദിച്ചിട്ടൊന്നുമില്ല. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഈ അടുത്ത് വന്ന് ഒരു വിഷ്വൽ എടുത്തു വന്നുള്ളൂ. ഏതായാലും ബീച്ച് എന്നൊക്കെ പറയണത് ശരിക്ക് ഈവനിങ്ങിലാണ് വരേണ്ടത്. എൻ്റെ ടൈം ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, നട്ടുച്ച സമയമാണ്. എന്നാൽ കൂടെയും എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കുന്ന ആൾക്കാർക്ക് ഏത് ടൈമിൽ വന്നാലും ആസ്വദിക്കാൻ പറ്റും. എങ്കിലും കുറച്ചും കൂടി പ്രിഫർ ചെയ്യണത് ഈവനിങ്ങിലാണ്. അപ്പോൾ പിന്നെ നമ്മൾ തിരിച്ചു പോകുകയാണ് കേട്ടോ. ഇനി ഞാൻ തിരിച്ച് നടന്നിട്ടാണ് പോയത്. അപ്പോഴാണ് ഞാൻ ഈ നമ്മുടെ സീബ്ര ക്രോസിങ്ങിൽ കണ്ടത്. സീബ്ര ക്രോസിങ്ങിൽ ഞാൻ മുന്നേ ഒരു വീഡിയോ എൻ്റെ ഇൻസ്റ്റഗ്രാമിലും നമ്മൾ ഷോർട്സ് ആയിട്ടൊക്കെ ചെയ്തേക്കണം, കണ്ടില്ല? ആൾക്കാർ ക്രോസ് ചെയ്യുമ്പോൾ വരെ വണ്ടി നിർത്തി കൊടുക്കുന്നില്ല. എന്താ ഇപ്പോൾ ഇതിന് പറയുക? ഞാൻ വീണ്ടും ഇതിനെക്കുറിച്ച് പറഞ്ഞ് നമ്മൾ ഇതാവുക എന്നല്ലാതെ ആൾക്കാർക്ക് ഒരു ചേഞ്ചും ഒന്നുമില്ല. ഒന്ന് ചവിട്ടി കൊടുക്കണ പോലുമില്ല. അവിടെ ഒരു സിഗ്നലും കാര്യങ്ങളും അതുമില്ല. ഏതായാലും അങ്ങനെ നടന്ന് നമ്മൾ ബസ് സ്റ്റാൻഡിലെത്താനായി. പുതിയ ബസ് സ്റ്റാൻഡിലേക്കാണ് നടന്നു പോകുന്നത്. അങ്ങനെ ബസ് സ്റ്റാൻഡിലെത്തിയിട്ട് നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ്. നാട്ടിൽ മീൻസ് നമ്മുടെ നിലമ്പൂരിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. അങ്ങനെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ചെയ്ത് ലൈക്ക്